ശ്രീ സന്ദീപ്, ക്രിസ്ത്യൻ വിഭാഗത്തെ ഒപ്പം നിർത്തുക എന്ന നിങ്ങളുടെ ഒരു നയതന്ത്രമുണ്ട്. അത് കുറേ നാളുകളായി നിങ്ങൾ പയറ്റുന്നതുമാണ്. പക്ഷേ അത് പൂർണ്ണമായി അവരെ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്ന സാഹചര്യമാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്ന വിഷയമാണ്. പലവട്ടം നിങ്ങൾ സംസ്ഥാന നേതൃത്വമൊക്കെ നിലപാടെടുത്തിട്ട് കൂടിയും അത് ആവർത്തിക്കപ്പെടുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ ഈ ക്രിസ്ത്യൻ വോട്ടുകളിൽ വലിയ പ്രതീക്ഷ വെക്കേണ്ടതില്ല എന്നല്ലേ അത് പറയപ്പെടുന്നത്? അങ്ങനെയല്ല, അതിനെ നമ്മൾ അങ്ങനെയല്ല കാണേണ്ടത്. ഞാൻ പരിശുദ്ധ ഓർത്തഡോക്സ് ബാവയുടെ അഭിമുഖം അതിന് നിങ്ങൾ കേൾപ്പിച്ച ഭാഗം ഞാൻ കേട്ടു. അപ്പൊ അതിനകത്ത് രണ്ട് കാര്യങ്ങളിൽ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ നിലപാട് വളരെ പക്വമായ ഒരു നിലപാടാണ്. ഒരു മത ആധ്യാത്മിക നേതൃത്വം സ്വീകരിക്കേണ്ട ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ താങ്കൾ പറഞ്ഞതിനകത്ത് ക്രൈസ്തവ വിഭാഗങ്ങളെ BJP-യിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ എന്തോ അടവുകൾ പയറ്റുന്നു എന്നൊക്കെയുള്ള ആ നിലപാട് ശരിയല്ല. കാരണം ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളോടും ഭാരതീയ ജനതാ പാർട്ടി വെച്ചു പുലർത്തുന്ന നിലപാട് ഒരുപോലെയാണ്. പിന്നെ സ്വാഭാവികമായും ചില ക്രൈസ്തവ മുസ്ലിം മതവിഭാഗങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയുമായി ചില അകൽച്ചകൾ അത് ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ചില ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിനെ ഏതെങ്കിലും ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാത്രം കാണേണ്ടതില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന നിലപാട് വളരെ കൃത്യമാണ്. കേരളത്തിൽ സമദൂരം എന്ന് അദ്ദേഹം പറയുമ്പോൾ പരമ്പരാഗതമായി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ആരോപണങ്ങളുടെ മുനയൊടിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. എല്ലാവരോടും തുല്യ നിലപാടാണ്. ഭാരതീയ ജനതാ പാർട്ടിയോട് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ സഭയ്ക്കോ അകൽച്ച ഇല്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള കാതലായ ചില പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് കേരള സർക്കാർ നടപ്പാക്കാത്തത് എന്ന് മാത്രമല്ല, നമുക്കറിയാം സുപ്രീം കോടതിയുടെ വിധി അനുകൂലമായിട്ട് കിട്ടിയിട്ട് അത് നടപ്പാക്കുന്നതിന് സർക്കാർ നിലപാട് സ്വീകരിക്കുന്നില്ല തുടങ്ങിയ നിരവധി ആശങ്കകൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായും ആ സമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള അവർക്കുണ്ടാക്കിയിട്ടുള്ള ഒരു വേദനയുണ്ടല്ലോ, അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് അവരുടെ കാതലായ പ്രശ്നം. എന്ന് മാത്രമല്ല, ഭാരതത്തിന്റെ ആരാധനായ പ്രധാനമന്ത്രിയുമായി ഓർത്തഡോക്സ് സഭാ നേതൃത്വം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് ബാവയുടെ വാക്കുകളിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആശങ്കകളുമില്ല. വളരെ പക്വമായ ഒരു നിലപാട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിന് അനുകൂലമായ ഒരു നിലപാടാണ് അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അതായത് സമദൂരം എന്ന് പറയുമ്പോൾ 3 ഇടത്തേക്കും തുല്യ ദൂരമാണ്. അപ്പോൾ ഒരു ഷെയർ നിങ്ങൾക്കും ആഗ്രഹിക്കാം, അവകാശപ്പെടാം, അങ്ങനെ തന്നെയാണോ? അങ്ങനെയാണല്ലോ. കാരണം എന്താ, ഓർത്തഡോക്സ് സഭയുമായി ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയ്ക്കോ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ അത് ഏത് സഭയുമായിക്കോട്ടെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ മനോവിഷമം ഉണ്ടാക്കുന്ന ഒരു നിലപാടുകളും ഭാരതീയ ജനതാ പാർട്ടി ഏർപ്പെട്ടിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾ പറയുന്നത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഉത്തരേന്ത്യയിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും പിന്നിൽ BJP-യും RSS-ഉം ഒക്കെയാണ് എന്നുള്ളത് ഇവിടുത്തെ ചില മാധ്യമങ്ങളുടെ നറേറ്റീവ് മാത്രമാണ്. അല്ലാതെ അങ്ങനെയുണ്ടെങ്കിൽ കേരളത്തിൽ നടക്കുന്ന എല്ലാ അനിഷ്ട സംഭവങ്ങളുടെയും ഉത്തരവാദി പിണറായി വിജയനാണ് എന്ന് നമ്മൾ അതേ ലോജിക്ക് വെച്ച് ന്യായീകരിക്കണ്ടേ? അങ്ങനെയല്ല. ഉത്തരേന്ത്യയില് കാഷായ വസ്ത്രം ധരിച്ചോ കാവിക്കൊടി വിളിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ചുവന്ന കുറി തൊട്ടിട്ടോ കയ്യിൽ ചരട് കെട്ടിയിട്ടോ ഉള്ള ആൾക്കാർ ചെയ്യുന്ന എല്ലാത്തിന്റെയും ഉത്തരവാദി BJP-യും RSS-ഉം ആണെന്നുള്ളത് നമ്മുടെ വ്യാഖ്യാനം മാത്രമാണ്. സഭാ നേതൃത്വങ്ങൾ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, നേരത്തെ നമ്മുടെ കത്തോലിക്ക സഭയുടെ ആഗോള പ്രതിനിധിയായ ഓഷ്വാൾഡ് ഗ്രേഷ്യസ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞില്ലേ, ഭാരതത്തിൽ നടക്കുന്ന ഇത്തരം സംഘർഷങ്ങൾക്ക് BJP-യുമായോ RSS-ഉമായോ ബന്ധമില്ല എന്നും ഞങ്ങൾ അവരുമായി നല്ല ടേംസിലാണ് പോകുന്നതെന്ന് ഓഷ്വാൾഡ് ഗ്രേഷ്യസ് നേരിട്ട് പറഞ്ഞില്ലേ. മണിപ്പൂരിൽ നടന്ന സംഭവവികാസങ്ങളെ പറ്റി അദ്ദേഹം പറഞ്ഞില്ല, അതിന് ഒരു എത്നിക്കൽ ഇഷ്യൂ ആണ്, അതിന് വർഗീയതയുമായി ബന്ധമില്ല. ഇങ്ങനെ എത്രയോ തലത്തിൽ സഭാ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അംഗീകരിക്കാത്തത് ഇവിടുത്തെ ചില മാധ്യമങ്ങളും സങ്കുചിത രാഷ്ട്രീയക്കാരും മാത്രമാണ്. ആ ആശങ്കകൾക്ക് അകറ്റുന്നതിന് വേണ്ടി BJP ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഓർത്തഡോക്സ് സഭയുമായോ യാക്കോബായ സഭയുമായോ കത്തോലിക്ക സഭയുമായോ മാർത്തോമ സഭയുമായോ ഒരാളോടും ഒരു സ്പർദ്ധ പുലർത്തുന്ന നിലപാട് ഭാരതീയ ജനതാ പാർട്ടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അവർക്ക് ആത്യന്തികമായ വിഷമത ഉണ്ടാകുന്ന ഒന്നും സ്വീകരിച്ചിട്ടില്ല. നേരെ മറിച്ച് കേരളത്തിലെ ഇടതു വലത് മുന്നണികളുടെ ഭരണപരമായ നിലപാടുകളുണ്ട്. എത്രയോ പേർക്ക് മനസ്സിന് മുറിവേറ്റിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ JB കോശി കമ്മീഷൻ റിപ്പോർട്ടായാലും സുപ്രീം കോടതി വിധിയായാലും നടപ്പാക്കാത്തത് മൂലം ആത്യന്തികമായ ആ സഭയ്ക്ക് നഷ്ടമുണ്ടാക്കിയത് ഇവിടുത്തെ ഭരണ നേതൃത്വങ്ങളാണ്. അവരാണ് ഇതിന് മറുപടി പറയേണ്ടത്. ശരി, വളരെയധികം സന്ദീപ് എന്തായാലും പ്രതികരിച്ചു. എന്തായാലും BJP-യോട് അടക്കം സമദൂരം എന്നതാണ് ഓർത്തഡോക്സ് സഭ ഔദ്യോഗികമായി എടുക്കുന്ന നിലപാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് എത്ര കണ്ട് BJP-ക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവർക്ക് ഗുണം ചെയ്തു എന്നത് തെളിയിക്കപ്പെടേണ്ടതാണ്. എന്തായാലും വരാൻ പോകുന്ന നിയമസഭയിൽ അത്തരം നിലപാടാണ്. എന്തായാലും ഇടതുപക്ഷത്തിനും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം
ഭരണവിരുദ്ധ വികാരമുണ്ടെന്നൊക്കെ കരുതുന്നിടത്തും ഇടതുപക്ഷത്തോടും സമദൂരം പാലിക്കാനാണ് ഓർത്തഡോക്സ് സഭയുടെ തീരുമാനം. ഒരുപക്ഷെ അതിനുമപ്പുറം ചില മണ്ഡലങ്ങളിൽ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ചില പൊതു നിലപാടുകളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടേക്കാം. കാത്തിരിക്കണം ഇത്തരം നീക്കങ്ങൾ. എന്തായാലും സഭാ നേതൃത്വങ്ങൾ എടുക്കുന്ന നിലപാടുകളൊക്കെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വിധി നിശ്ചയിക്കാൻ പോകുന്നത് വികസന അജണ്ടകൾക്കുമപ്പുറം മറ്റു ചില പ്രത്യേക ഘടകങ്ങളെന്ന സൂചനകൾ തുടക്കം തൊട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കണം. ഇടവേളയാണ് മടങ്ങിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.